വിദേശ നാടുകളിലൊക്കെ പോയിട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവമൊക്കെ എങ്ങനെയാ പൊതുവെ? അമേരിക്കയിൽ എന്തോ ഒരു ഹൈജാക്ക് നടത്തിയെന്നോ? അമേരിക്കയിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ ഒക്കെ തകർത്തതിന്റെ അടുത്ത വർഷമോ മറ്റോ ആണ്. അപ്പൊ അവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഡാലസിൽ നിന്ന് ഷിക്കാഗോ വഴി ന്യൂയോർക്കിലേക്ക് വരണം. ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. അമേരിക്കക്ക് അകത്ത് നടന്ന സംഭവമാണ്. അപ്പൊ ഇങ്ങനെ ഫ്ലൈറ്റില് ഞങ്ങള് കുറച്ചുപേര് യാത്ര ചെയ്യുന്നു. അതിൽ അന്നത്തെ പ്രമുഖ നടിയായിട്ടുള്ള സംയുക്ത വർമ്മയുണ്ട്, ഗായകൻ ബിജു നാരായണനുണ്ട്, അവർ സംയുക്ത വർമ്മ ഫാമിലി ഉണ്ട്. അപ്പൊ ഈ ഫ്ലൈറ്റിനകത്ത് കുടിവെള്ളം കിട്ടില്ല. ബജറ്റ് എയർലൈൻ കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം, ഏറിയാൽ ഒരു പാക്കറ്റ് പീനട്ട്, അതിന്റെ കൂടെ ആവശ്യത്തിലധികം നമ്മുടെ ടിഷ്യൂ പേപ്പർ തരും. അപ്പൊ ഈ ഇതും കഴിച്ച് വിശക്കുന്നുണ്ട്. അപ്പൊ ബിജുനാരനും ഞാനും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ബാക്കിലാ പുള്ളി, ഞാൻ ഫ്രണ്ടിലാ. ഞാൻ എന്ത് ചെയ്തു, ഒരു ആരോ ഉണ്ടാക്കിയിട്ട് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് അങ്ങോട്ട് എറിഞ്ഞു, അതേ ഇങ്ങോട്ട് എറിഞ്ഞു. അങ്ങനെ അതെ, അതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇരുന്ന മുദ്രകളൊക്കെ കാണിച്ച് പ്രാക്ടീസിങ്. പതാക, മുദ്രാക്യം, കടകം, മുഷ്ടി, കർത്തരി, മുഖം, ശുഖതുണ്ടം, മാംസപക്ഷം, ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇതെല്ലാം ഒരു അമേരിക്കൻ വനിതയിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അവര് ഞാൻ ഈ മുദ്ര കാണിക്കുമ്പോൾ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എന്ന രീതിയിൽ അവരങ്ങ് അതെ അപ്പോ ഇത് അതെ. അപ്പൊ അവരെന്ത് ചെയ്തു, നോട്ട് ചെയ്ത് വെച്ചു. ഇവരുടനെ വിളിച്ചിട്ട് ഈ ക്രൂവിന്റെ അടുത്ത് പറഞ്ഞു, ഇവരെ സംശയമുണ്ട്, കണ്ടാൽ തന്നെ ഒരു പാകിസ്ഥാനി ലുക്കാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നു, 1.5 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ ഏകദേശം എത്താറായി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെയുള്ളവരോട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഞാൻ നേരത്തെ പോയതുകൊണ്ട് അപ്പൊ അവർക്ക് തോന്നി കാണും സ്റ്റാച്യു ഓഫ് ലിബർട്ടി അലക്കാനാണോ. ഫ്ലൈറ്റ് ഇറങ്ങി എല്ലാവരും ഇറങ്ങിപ്പോയി, ഞങ്ങളെ മാത്രം ഇറക്കുന്നില്ല. മാത്രമല്ല ഞങ്ങൾക്ക് ചുറ്റും ഒരു കറുത്ത നിറത്തിലുള്ള ഫ്ലൈറ്റും ഏതോ ഒരു സമയത്ത് അനുഗമിക്കുന്നു. അതായത് ഈ ആദ്യത്തെ ഒരു അരമണിക്കൂറിനകത്ത് ഇവര് മെസ്സേജ് പാസ് ചെയ്തിട്ട് ഈ നമ്മുടെ ഫ്ലൈറ്റിനെ നമ്മൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഒരു എന്താ പറയേണ്ടത്, കോക്പിറ്റിന്റെ അതിനെ സ്ക്രാമ്പിൾ ചെയ്യാന്ന് പറയാം. എന്നിട്ട് ഈ 2 ഫ്ലൈറ്റ് ഇത് ഏറ്റെടുത്തു. യുദ്ധവിമാനങ്ങളാണ്, വലിയ സംഭവം. ഇറക്കുന്നു, ഇറക്കി കഴിഞ്ഞ് എല്ലാവരും പോകുന്നു, ഞങ്ങളെ മാത്രം ഇറക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സംഗതി കുഴപ്പമാണല്ലോ. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഒരക്ഷരം മനസ്സിലാവില്ലോ. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകുന്നു. മനസ്സിലാക്കാൻ പറ്റുന്ന ആരുമില്ല, ഒന്നുമില്ല. അതിന്റെ കൂടെ ഒന്നും അറിയാത്തൊരു ഗുജറാത്തി, എല്ലാവരും ഇങ്ങനെ എന്താണെന്ന് അറിയാതെ നിൽക്കുക. ഒന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇരുത്തുന്നു. അവരൊന്നും വേറെ ഒന്നും ചോദിച്ചില്ല. എന്നെയും ബിജു നാരായണനെയും വേറെ ഇംഗ്ലീഷ് സിനിമയിൽ കൊണ്ടുപോകുന്നല്ല, മറ്റേ പോക്കൊക്കെ അതിനൊക്കെ വലുത് കൊണ്ടുപോകുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഈ പ്രോഗ്രാമിന്റെ ഫ്ലയർ എടുത്ത് കാണിച്ചു, പാസ്പോർട്ട് കാണിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ഒരു സിറ്റിസൺ കംപ്ലൈന്റ് എന്നാണ്, നിങ്ങളിന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഞങ്ങൾ വിട്ടേക്കാൻ കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ 3-3.5 മണിക്കൂർ അവിടെ ഇരുത്തുന്നു. അതോടെ നമ്മൾ ഇന്റർനാഷണൽ പൗരനായി. മാത്രമല്ല അമേരിക്കയിലെ ചാനൽ 4 എന്ന് പറഞ്ഞ പോപ്പുലർ ടെലിവിഷൻ ഇത് നിങ്ങളെ ക്യാരി ചെയ്തിരുന്നു. മാത്രമല്ല ചാനൽ 4 ഒരു മലയാളിക്ക് കേറാൻ നമ്മള് ചാനൽ 24 തന്നെ കയറാൻ പാട്. അപ്പൊ പിന്നെ ചാനൽ 4 ലൈവ് സംഭവം പോയി നിങ്ങള് പിടിച്ചോണ്ടൊക്കെ കൊണ്ടുവന്നറിയാം. 2 ടെററിസ്റ്റ് പാകിസ്ഥാനി ടെററിസ്റ്റ് ഹാവ് ബീൻ അറസ്റ്റഡ്. അങ്ങനെയല്ല. അപ്പൊ ഞങ്ങളുടെ വിജയേട്ടൻ അവിടെ വന്നു. വിജയേട്ടൻ പറഞ്ഞു, ഇവരിങ്ങനെ നാട്ടിലെ സെലിബ്രിറ്റീസ് ആണ്. അപ്പൊ ചോദിച്ചു, ആരൊക്കെയാണ് ഇവരെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ ആക്ട്രസ് സംയുക്ത വർമ്മ എന്ന് പറഞ്ഞ വലിയ ആക്ട്രസ് ആണ്. അപ്പൊ ചോദിച്ചു, ഇവിടുത്തെ ജൂലിയ റോബർട്ട്സ്. അപ്പൊ പറഞ്ഞു, മറ്റത് വലിയൊരു കൊമേഡിയനാണ്. അതാരാ? ലൈക്ക് ജിം കാരി. യെസ്. ബിജു നാരായണൻ ചോദിച്ചു, ഇയാൾ? അപ്പൊ അദ്ദേഹം ആരാണ്? അദ്ദേഹം വലിയ സിംഗറാണ്. ലൈക്ക് മൈക്കിൾ ജാക്സൺ. യെസ്. നോ വി ആർ റോങ്. അങ്ങനെ ഞങ്ങള് ഇത് കഴിഞ്ഞ് ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു ചെറിയ പേടിയുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളെ അവര് പോലീസ് എസ്കോർട്ട്. ചാനൽ 4 വന്ന് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? അയ്യോ, സത്യം പറയാലോ, അവര് പിടിച്ചു കൊണ്ടതിന് ശേഷം പിന്നെ എനിക്ക് ബോധമുണ്ടായിട്ടില്ല. പിന്നല്ലേ ചാനൽ 4. അതെ. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രത്തിലെ വാർത്ത എന്താ വെച്ചാല്, ബോളിവുഡ് സ്റ്റാർസ് ഡിറ്റെയിൻഡ്. നമ്മുടെയൊക്കെ പടം ഈ ചാനൽ 4 ടെലിവിഷൻ ചാനലിന് മുന്നിൽ കൂടെ വണ്ടി പോകുമ്പോഴേ എൻ്റെ അടുത്തിരുന്ന ഒരാൾ ചോദിച്ചു, ഈ ചാനൽ അറിയാമോന്ന് ചോദിച്ചു. ഞാൻ ചാനൽ 4 കേട്ടിട്ടുണ്ട്.
ഇവിടെയല്ലേ ജയരാജ് വാര്യർ സംയുക്ത വർമ്മയൊക്കെ ലൈവ് വന്നത്. അവര് ലൈവ് വന്നു. എനിക്ക് അത്ഭുതമായി. എനിക്കറിയില്ലോ ഇങ്ങനെ വന്ന ലൈവാണ്. അപ്പോഴേ അവര് പറഞ്ഞത് ആ ലൈവ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണ്ടേ, ചരിത്രമായിരുന്നു. അതല്ല സാർ, അന്ന് ആ ഒരു സംഭവം അവിടുത്തെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നമ്മളൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ജീവിക്കാനുള്ള കാശ് കിട്ടി പോയി. മാത്രല്ല ഞാനും ഒരു ഫ്ലവേഴ്സ് 24 ചാനലിന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തേ. ഓ ചാനൽ മുതലാളിയായി. അപ്പോഴും അമ്മക്കിട്ട് വരാം. നമ്മളല്ലോ മത്സരം. അല്ല, അതൊരു എനിക്ക് എന്റെ കൊച്ചുമോനോട് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ കഥയാണ്. അതിനുശേഷം അമേരിക്കയിൽ പോയി ഞാൻ. അതിനുശേഷം അമേരിക്കയിൽ പോകുമ്പോഴൊക്കെ എനിക്ക് അമേരിക്കയിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊരു സ്പെഷ്യലാണ് എൻ്റെ ബോർഡിംഗ് പാസ്. അതിൽ SSSSS സ്പെഷ്യൽ സെക്യൂരിറ്റി കമ്പ്യൂട്ടറിൽ കിടക്കുകയല്ലേ സാധനം. മറ്റേ സാധനം എവിടെ നമ്മളെ പിടിച്ചു നിർത്തും. അല്ല, എന്നെ അങ്ങനെയല്ല. എന്നെ വിളിച്ചിട്ട് വർത്താനൊക്കെ ചോദിച്ചിട്ട് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ സർവാംഗം ഒന്നും ഒഴി പരിഗണനയല്ലേ. പരിഗണനയാണ്. എന്താ കാര്യം, ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊരു വലിയ ഒരു റിവാർഡ്. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്.